വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം കൽപ്പറ്റയിൽ ശക്തമാവുകയാണ്. യുവജന സംഘടനകളാണ് പ്രതിഷേധത്തിലുള്ളത്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗ് പ്രവർത്തകർ ഇന്ന് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ 1-ാം നിലയിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സുർജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? നിലവിൽ ഇപ്പോൾ ഈ ബാങ്ക് അധികൃതർ ഈ യുവജന സംഘടനാ പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളുടെ, അതായത് എഫക്റ്റഡ് ഏരിയയിലെ ആളുകളുടെ മുഴുവൻ വായ്പയും എഴുതി തള്ളുക എന്നുള്ളതാണ്. അത് കേരള ബാങ്ക് സ്വീകരിച്ച അതിന് സമാനമായ രീതിയിലുള്ള നടപടി വേണം എന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. മാത്രമല്ല, ഇവരെല്ലാവരും മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും ആ വീഴ്ചയ്ക്ക് കൃത്യമായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാകണമെന്നും ഈ വിഷയത്തിൽ മാപ്പ് രേഖപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ സമരമാണ്. രാവിലെ 7:30-ക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആദ്യം ഉപരോധവുമായി രംഗത്തെത്തിയത്. ബാങ്കിന്റെ താഴ്ഭാഗത്ത് ഒരു ഗേറ്റിൽ അവർ ഉപരോധം തുടങ്ങി. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. അവർ ആദ്യം മറ്റൊരു ഗേറ്റ് ഉപരോധിച്ചു. അതിനുശേഷം നേരെ ഈ റോഡിന് സമീപത്തേക്ക് പോയി അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. രാവിലെ 9:00 കൂടിയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രകടനമായി ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തി. അവർ പിറകു ഭാഗത്തു കൂടി ഇതിനകത്തേക്ക് കയറി. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ ഡിവൈഎഫ്ഐക്കാർ ഉപരോധിക്കുന്ന ആ പ്രദേശത്തേക്ക് കടന്നു വരികയായിരുന്നു. അത് പരസ്പരം ചേരിതിരിഞ്ഞുള്ള ഒരു വാക്പോരിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിൽ സർക്കാരിനെതിരെയും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഇത് ഇപ്പുറത്തും ഡിവൈഎഫ്ഐക്കാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം എന്നുള്ള രീതിയിൽ പരസ്പരം ഒരു പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് മാറി, അന്തരീക്ഷം മാറി. അതിനിടയിൽ നേതാക്കൾ എത്തി. നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നേതാക്കൾ ഇവിടെ പ്രവർത്തകരെ അവരെ ശാന്തരാക്കി. അതിനുശേഷമാണ് ഏതാനും പ്രവർത്തകർ മുകളിലേക്ക് കയറിയത്. ഇപ്പോൾ മുകളിൽ ഗ്രാമീണ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ മുന്നിലാണ് പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ മുകളിലും താഴെ ഏതാനും യൂത്ത് ലീഗ് പ്രവർത്തകരും അതിന് തൊട്ട് പിറകിലായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ഉപരോധവുമായി രംഗത്ത് എത്തുന്ന ഒരു സ്ഥിതി ഇവിടെയുണ്ട്. എന്തായാലും ഈ ചർച്ച നടക്കുന്നു. ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുടെ ഭാഗമായി എന്ത് തരത്തിലുള്ള നിലപാടാകും എന്നുള്ളതാണ്. ദുരന്ത ബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്ന് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായ തുക പിടിച്ച നടപടി ബാങ്ക് റദ്ദാക്കിയിരുന്നല്ലോ. പണം തിരികെ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ പ്രതിഷേധക്കാരുമായി ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ത് കാര്യത്തിലാണ്? ഉൾപ്പെടെയുള്ള അവരുടെ ഈ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പൈസകൾ പിടിച്ച EMI ഉൾപ്പെടെ ഗോൾഡ് ലോൺ ഉൾപ്പെടെ വീട് വായ്പകൾ, അങ്ങനെ പലതിൻ്റെയും മുഴുവൻ പൈസകളും തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചയുടെ തീരുമാനം എന്താണെന്ന് നോക്കിയിട്ട് സമരം നടത്തണോ വേണ്ടോ, മുന്നോട്ട് പോകണമോ എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നതാണ്. എന്തായാലും ആ ചർച്ച നടക്കുന്നു. ഇപ്പോൾ ബാങ്കിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നു. അവിടേക്ക് ബാങ്ക് അധികൃതർ അകത്തേക്ക് കയറിയിരിക്കുന്നു. ഒപ്പം തന്നെ യുവജന സംഘടനാ നേതാക്കളുടെ പ്രതിനിധികളും ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ ചർച്ചയിൽ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. കനത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഉടലെടുത്തത്. ആ പ്രതിഷേധത്തിന്റെ തുടർച്ച ഇവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഈ ഗ്രാമീൺ ബാങ്കിന്റെ അകത്ത് നടക്കുന്നത്. ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് മാനേജർ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടാകും ഇനി എന്ത് തരത്തിലുള്ള നിലപാടാണ് ഉണ്ടാവുക, ഇതിനകത്ത് എന്ത് തരത്തിൽ ഉള്ള നിലപാട് ബാങ്ക് സ്വീകരിക്കും. പൂർണ്ണമായും കേരള ബാങ്കിന് നേരത്തെ ഈ വായ്പകളെല്ലാം തന്നെ ചൂരൽമല ശാഖയിലെ വായ്പകളെല്ലാം തന്നെ എഴുതി തള്ളാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള നിലപാടിലേക്ക് ഇത്തരത്തിൽ ഗ്രാമീണ ബാങ്കും ഒപ്പം തന്നെ ഇതിന്റെ ലീഡ് ബാങ്കും തയ്യാറാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. അത് നിലപാട് എന്താകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് നടക്കുന്ന യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആ യോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും, അതായത് ഈ യോഗത്തിൽ എന്ത് തരത്തിലുള്ള നിലപാട് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ വായ്പാ ഇളവ് ഉൾപ്പെടെ ചർച്ച വേണമെന്നുള്ളതാണ് ബാങ്കേഴ്സ് സമിതിക്ക് മുമ്പാകെ ഉയരുന്ന ആവശ്യം. ഈ വായ്പാ ബാധ്യതകളിൽ ഇളവ് നൽകണമെന്നും മാത്രമല്ല ഇവരുടെ വായ്പകളെല്ലാം തന്നെ പൂർണ്ണമായും എഴുതി തള്ളണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ആ ആവശ്യം ബാങ്കേഴ്സ് സമിതി അംഗീകരിക്കുമോ, ഒപ്പം തന്നെ ഗ്രാമീൺ ബാങ്കിന്റെ നിലപാട് എന്താകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഈ നേരത്തെ ഈ സമരത്തിനിടയിൽ ഒരു കർഷകൻ ഇവിടേക്ക് എത്തിയിരുന്നു. രാജേഷ് എന്ന കർഷകൻ ഡിവൈഎഫ്ഐയുടെ സമരമുഖത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം എത്തിയ ഘട്ടത്തിൽ അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പശുക്കളെ വാങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹം വായ്പ എടുത്തത്. 1 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. ആ വായ്പ എടുത്ത തുകയിൽ നിന്ന് സർക്കാർ നൽകിയ ധനസഹായ തുക പോലും EMI ആയി പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ്. ആ പൈസ ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല എന്നുള്ളതാണ് നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ
നിലവിലിപ്പോൾ ചർച്ച നടക്കുന്നു. ആ ചർച്ച നടക്കുന്നതിൻ്റെ അകത്തേക്ക് മാധ്യമങ്ങളെ കൂടി വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അതിനകത്തേക്ക് മാധ്യമങ്ങളെ കൂടി പ്രവേശിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് യുവജന സംഘടനാ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറയണം ബാങ്ക് അധികൃതർ എന്നുള്ള ആവശ്യം യുവജന സംഘടനാ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്താകും ഈ ചർച്ചയിൽ, എന്ത് നിലപാടാകും ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബാങ്കേഴ്സ് സമിതിയുടെ യോഗത്തിലും അത് നയപരമായി പരിഹരിക്കേണ്ട ഒരു വിഷയം, ആ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷമായിരുന്നു ഇതുവരെ എങ്കിൽ അതിന് ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. യുവജന സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പ്രവർത്തകരുണ്ട്, പ്രവർത്തകർ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ. എന്തായാലും ഇതിൽ എന്ത് നിലപാട്, അതായത് മൊറട്ടോറിയം അല്ലാതെ വായ്പകൾ പൂർണ്ണമായും ഈ അഫക്റ്റഡ് ആളുകളുടെ വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ആ ഡിമാൻഡിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അകത്ത് ചർച്ച പുരോഗമിക്കുന്നു. ആ ചർച്ചയുടെ ഭാഗമായി എന്ത് ഫോർമുലയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അത് അല്പസമയത്തിനകം തന്നെ അതിലൊരു നിലപാടുണ്ടാവും. മാത്രമല്ല ഇതിൽ മാപ്പ് രേഖപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ്. ഈ നയപരമായ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകേണ്ടത് ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ്. ബാങ്കേഴ്സ് സമിതി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അതേസമയം തന്നെ ദുരന്ത ബാധിതരുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ റീജിയണൽ ഓഫീസിന് മുന്നിൽ യുവജന സംഘടനകൾ നടത്തുന്ന പ്രതിഷേധവും നമുക്ക് കാണാം. ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ നേരത്തെ സമിതി യോഗത്തിൽ ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന ബാങ്കേഴ്സ് സമിതി യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് യുവജന സംഘടനകളുടെ പ്രതിഷേധം കൽപ്പറ്റയിൽ നടക്കുന്നു. ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. Since any delay in extending such relief measures will further add to the sufferings of the people, the SLBC also requests the insurance companies and other stakeholders to be more considerate in handling the representation of the affected people in Wayanad. On behalf of SLBC, we assure to the state government, the RBI and the NABARD and the Government of India and the entire public and the entire state that every effort shall be made by all the bankers in implementing the relief measures with all earnestness. Hope the deliberation will provide relief to the calamity-stricken people. Thank you. നടക്കുന്ന ബാങ്കേഴ്സ് സമിതി യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളണം, മൊറട്ടോറിയം അല്ല വേണ്ടത് എന്ന ആവശ്യം ഇന്നത്തെ ബാങ്കേഴ്സ് സമിതി യോഗം എങ്ങനെയാണ് പരിഗണിക്കുക? ഇവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന ഒരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.